ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആഷ കുഞ്ഞുമോൻ. ഞാൻ കോതമംഗലം നെല്ലിക്കുഴി സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2020 ജനുവരി 22 അതിനുശേഷം കൊറോണ വന്നതുകൊണ്ട് ഞാനത് ഉഴപ്പിപ്പോയി. പിന്നീട് വന്ന് ഞാൻ പുതുക്കിയത് 2024 മാർച്ചിലാണ്. മാർച്ചിൽ വന്ന് ഉടമ്പടി പുതുക്കി അതേ 2024 ജൂണിൽ തന്നെ ആദ്യത്തെ സാക്ഷ്യം പറയാനുള്ള കൃപയും അനുഗ്രഹവും ഈശോ തന്നു. ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ഒരു കുട്ടി കൃപാസന പത്രം കൊണ്ട് തന്നിരുന്നു. അതുവഴിയാണ് വന്നത്. അതിക്ക് മുമ്പേ ഞാൻ കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും ആ പത്രം കിട്ടിയത് പിന്നീടാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വീട് വിറ്റതിനെ പറ്റിയും അത് വിൽക്കാനുണ്ടായ സാഹചര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട് വിറ്റ് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. വീട് വിറ്റതിന് ശേഷം ഞാൻ ഒരു 10 സെൻറ്റ് സ്ഥലം വേണമെന്ന് പറഞ്ഞ് ഇവിടെ ഉടമ്പടി പുതുക്കിയപ്പോൾ എഴുതിയിട്ടുണ്ടായിരുന്നു. 10 സെൻറ്റ് സ്ഥലം, ആദ്യം വിറ്റത് 6 സെൻറ്റ് സ്ഥലവും വീടുമായിരുന്നു. രണ്ടാമത് ഞാൻ ആഗ്രഹിച്ചത് 10 സെൻറ്റ് സ്ഥലമാണത്. എനിക്ക് കുറേ ചെടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എഴുതി. കാര്യം ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഞാനൊരു 7-8 സെൻറ്റ് സ്ഥലമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ഞാൻ എഴുതിയപ്പോൾ 10 സെൻറ്റ് എന്ന് എഴുതി. കാരണം കോതമംഗലം നെല്ലിക്കുഴി ഭാഗത്ത് സ്ഥലത്തിന് നല്ല വിലയാണ്, വാങ്ങാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്, ഏരിയയാണ്. എങ്കിലും ഞാൻ അങ്ങനെ എഴുതി വെച്ചു. അമ്മയോട് ഞാൻ എന്നിട്ടൊരു വില ഞാൻ പറഞ്ഞു, ഈ വിലയ്ക്കുള്ളിൽ എനിക്കൊരു 10 സെൻറ്റ് സ്ഥലം കിട്ടണം അമ്മേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ വിലയ്ക്ക് തന്നെ എനിക്ക് സ്ഥലം വാങ്ങാൻ സാധിച്ചു. സ്ഥലം വാങ്ങിക്കഴിഞ്ഞപ്പോൾ പെര വയ്ക്കാനുള്ള പൈസ ബാലൻസ് ഇല്ലായിരുന്നു, കുറച്ച് പൈസയെ പിന്നെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നമുക്ക് പണയം എടുക്കാം, അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ വാടകയ്ക്ക് കല്യാണം കഴിഞ്ഞ് 10 വർഷത്തോളം ഞങ്ങൾ താമസിച്ചിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് വാടകയ്ക്ക് പോകാനോ പണയത്തിന് പോകാനോ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ വാടകയ്ക്ക് വരില്ല എന്ന് തീർത്തു പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നിനക്ക് ഇച്ചിരി വാശി കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, എന്ത് വന്നാലും ഞാൻ ഇനി വാടകയ്ക്ക് പോകില്ല, അമ്മ മാതാവ് അതിനുള്ള ഇതുണ്ടാക്കി തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ചേട്ടൻ പറഞ്ഞു, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, തറ പണിതിടാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞു. തറ പണി തുടങ്ങി. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. തറ പണി തുടങ്ങിയത് ഓർമ്മയുണ്ട്. പിന്നെ 85-ാമത്തെ ദിവസം ഞങ്ങൾ വീട് വെഞ്ചരിച്ച് എല്ലാ പണിയും കഴിഞ്ഞ് വീട് വെഞ്ചരിച്ച് ഞങ്ങൾക്ക് അവിടെ കയറിക്കൂടാൻ സാധിച്ചു. അതിന് കാരണം ഞാനവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ വാനം തൊടുന്നതിന് തലേ ദിവസം ഞാൻ അവിടെ പോയി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. കല്ലിടുന്നതിൻ്റെ തലേ ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. കട്ട്ള വെപ്പിൻ്റെ തലേ ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പം നമ്മുടെ ഉടമ്പടി തിരി ബാക്കി വരുന്ന ചെറിയ തിരികൾ കൊണ്ടുപോയി അവിടെ കത്തിച്ച് വെച്ചാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചത്. പിന്നെ കൂടെ കൊണ്ടുപോയി ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് 85-ാമത്തെ ദിവസം തന്നെ വലിയ കടമൊന്നും ഇല്ലാതെ തന്നെ, അതെങ്ങനെ നടന്നു എന്ന് ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളിപ്പോഴും അത് പറയാറുണ്ട്, ഇതെങ്ങനെ സാധിച്ചു എന്ന് ഞങ്ങൾക്കറിയില്ല. 1200 സ്ക്വയർ ഫീറ്റിൻ്റെ കെട്ടിടം എല്ലാ പണിയും തീർത്ത്, വർക്ക് ഏരിയ ഒഴിച്ച് ബാക്കി എല്ലാ പണിയും തീർത്ത് ഞങ്ങൾക്ക് കയറി കിടക്കാൻ സാധിച്ചു. പിന്നീട് ഇപ്പോൾ ഈ 1 വർഷമാവുന്നു ഞങ്ങൾ കെട്ടിടം പണി കഴിഞ്ഞിട്ട് താമസം തുടങ്ങിയിട്ട്. ഈ 1 വർഷത്തിനുള്ളിൽ ചില്ലറ കടങ്ങളുണ്ടായതെല്ലാം ഞങ്ങൾക്ക് വീട്ടാൻ സാധിച്ചു, വർക്ക് ഏരിയ എടുക്കാൻ സാധിച്ചു. അതിനൊക്കെ അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും കൂടാനുകൂടി നന്ദി പറയുന്നു. പിന്നീട് അമ്മ മാതാവിനോട് ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, അമ്മ മാതാവേ, പണി തീർത്ത് എനിക്ക് കയറി കിടക്കാൻ പെട്ടെന്ന് പറ്റുവാണെങ്കിൽ ഞാൻ അമ്മ മാതാവിൻ്റെ ഒരു ചെറിയ ഗ്രോട്ടോ പണിത് വെച്ചേക്കാം മുറ്റത്ത് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വെക്കാമോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കേൾക്കുന്നവരൊക്കെ ചോദിക്കാറുണ്ട്, അങ്ങനെ വെക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ അമ്മയ്ക്ക് കൊടുത്തൊരു വാക്കായിരുന്നു അത്. ഞാൻ അതുപോലെ ഒരു ചെറിയ ഗ്രോട്ടോ പണിത് ഞാൻ അമ്മ മാതാവിൻ്റെ രൂപം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പെരവണിയാണയ്ക്ക് മുമ്പ് ഞങ്ങൾ ചെയ്തത്, സ്ഥലത്ത് കിണർ വേണമായിരുന്നു. പെരവണിയാനുള്ള വെള്ളം വേറെ ഒരിടത്തും കിട്ടാനില്ല. കിണർ പണി തുടങ്ങി. കിണർ പണി തുടങ്ങുന്നതിന് മുമ്പ് കുറ്റി വെച്ചു. ഒരു ഇക്കായാണ് വന്ന് കുറ്റി വെച്ചത്. കുറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഉടമ്പടി തൈലം ഒഴിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അമ്മ ഒരു വ്യാഴാഴ്ചയാണ് തുടങ്ങാൻ തീരുമാനിച്ചിരുന്നത്. ബുധനാഴ്ച വൈകിട്ട് ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മ മാതാവേ, ഞായറാഴ്ചയാകുമ്പോൾ ഇത് എത്ര കോല് താഴുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞായറാഴ്ച അവിടെ വെള്ളം ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ്, ഒരടയാളം അമ്മ എനിക്ക് തരണം എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ശനിയാഴ്ച വൈകുന്നേരമായപ്പോൾ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, 4 കോല് പോലും താന്നില്ല, അവിടെ കരിമ്പാറയാണ് കാണുന്നത് എന്ന് പറഞ്ഞു. അതോടുകൂടി തകർന്നുപോയി. പൈസ ഇല്ലാത്ത സമയം എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ രാത്രിയൊക്കെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. രാവിലെ 5:30 പ്രാർത്ഥനയുടെ സമയത്ത് എനിക്ക് കരച്ചിലടക്കാൻ സാധിച്ചില്ല. എനിക്ക് പെട്ടെന്ന് സങ്കടം വരുന്ന ഒരാളാണ് ഞാൻ. കരഞ്ഞപ്പോൾ മെഴുകുതിരി വല്ലാണ്ട് പൊട്ടിത്തെറിക്കണം.
അപ്പോൾ ഇതിങ്ങനെ ഒച്ച കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കി. എനിക്കിത് ഒരുപാട് അനുഭവം ഉള്ളതാണ്. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ, തിരികത്തിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ മെഴുകുതിരി ആളിക്കത്തും. അത് പലപ്പോഴും എനിക്ക് അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മെഴുകുതിരിയോട്ട് നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് മെഴുകുതിരി ആളിക്കത്തുന്നതാണ് കാണുന്നത്. അത് കാണുമ്പോൾ തന്നെ കരച്ചിലൊക്കെ തന്നെ നമ്മുടെ നിൽക്കും. എൻ്റെ കരച്ചിലപ്പോഴേക്കും നിന്നപ്പോഴേക്കും മെഴുകുതിരി വീണ്ടും താണ് കത്തി തുടങ്ങി. അന്ന് കുർബാനയ്ക്ക് പോയി, ഞായറാഴ്ചയായിരുന്നു. കുർബാനയ്ക്ക് പോയി. കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ ഞാനും പിള്ളേരും സ്ഥലത്ത്, ചേട്ടൻ ആദ്യത്തെ കുർബാനയ്ക്ക് പോയിട്ട് കരണ്ടിന് വേണ്ടിയിട്ട് മീറ്റർ പിടിപ്പിക്കാനുള്ളൊരു സാധനം പണിയണമായിരുന്നു. അതിന് വേണ്ടി ചേട്ടൻ നേരത്തെ പോയിരുന്നു. ഞാനും പിള്ളേരും രണ്ടാമത്തെ കുർബാന കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു, നീ കിണറിലൊന്ന് പോയി നോക്കിയേ എന്ന് പറഞ്ഞു. അപ്പോൾ 4 കോല് പോലും താന്നിട്ടുള്ള പാറ കണ്ടു. തലേ ദിവസം തന്നെ പാറ പൊട്ടിക്കാനുള്ള ആളെ കൊണ്ടുവന്ന് ചേട്ടൻ ഒരു 5 വൈകുന്നേരം 5:30 ഇപ്പോൾ കാണിച്ചിട്ടാണ് ചേട്ടൻ വീട്ടിലോട്ട് വന്നത്. അപ്പോൾ ഞായറാഴ്ച ഞാൻ പോയി ഇറങ്ങിയപ്പോൾ ചേട്ടൻ പറഞ്ഞു, നീ കിണറിലൊന്ന് നോക്കിയേന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിയേന്ന് ചോദിച്ചു. പറഞ്ഞു, ഉറവ പോലെ എന്തോ ഒന്നാ കിണറിൽ കാണുന്നടി പാറയിൽ എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് ഉറവ പൊട്ടി വരുന്നതാണ്, പാറയിൽ നിന്ന് ഉറവ പൊട്ടി വരുന്നതാണ് ഞാൻ കാണുന്നത്. എന്നിട്ട് പിള്ളേർക്ക് കുറച്ച് വിശ്വാസത്തിൻ്റെ ഇതിലൊക്കെ ഇച്ചിരി ഇതുള്ള പിള്ളേരാണ്. അപ്പോൾ പിള്ളേർ വേഗം പറഞ്ഞു, പിന്നെ വല്ല മൃഗങ്ങളും ഇറങ്ങി മുള്ളിയതായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, ഉറവ നമുക്ക് കണ്ടറിയാം, മണലരിച്ചരിച്ചിറങ്ങി വരുന്നത് കണ്ടറിയാം എന്ന് പറഞ്ഞു. എന്നിട്ടും ഞങ്ങൾ കിണറിനകത്ത് നിൽക്കാൻ അപ്പം തന്നെ വിളിച്ച് വരുത്തി. അയക്ക് ഇറങ്ങി നോക്കിയിട്ട് പറഞ്ഞു, അത് ഉറവ തന്നെയാണ് വരുന്നത് എന്ന് പറഞ്ഞു. പിന്നീട് 5-6 തവണ പൊട്ടിക്കേണ്ടി വന്നെങ്കിലും ഞങ്ങൾക്കുള്ള വെള്ളം കിട്ടി. പിന്നെ വേനയ്ക്ക് കുറച്ച് വെള്ളം കുറവായിരുന്നു. അപ്പോഴും ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അമ്മ മാതാവിൻ്റെ ഗ്രോട്ടോടെ മുമ്പിൽ നിന്ന് മണ്ണ് കൊണ്ടുപോയി ഉപ്പും കലർത്തി ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി കിണറിലിട്ടു. ഇപ്പം ഞങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ആ കിണറിലുണ്ട്. പിന്നെ ഒരു സാക്ഷ്യമെന്ന് പറയാനായിട്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ എൻ്റെ ഈ ഇടതുവശത്തെ കഷത്തെ ഒരു മുഴ കണ്ടു. ഒരു നെല്ലിക്കാ മുഴുപ്പിലൊരു മുഴയായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ഓർത്ത് വല്ല വാതപ്പരുവൊക്കെ വന്നതായിരിക്കും എന്നാണ് ഓർത്തത്. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് മുഴ തന്നെയാണ് എന്ന് മനസ്സിലായി. അപ്പോൾ എനിക്കൊരു ചെറിയ പേടി എൻ്റെ മനസ്സിൽ തോന്നി. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം കിട്ടിയേക്കണ ഒരു വലിയ അനുഗ്രഹമാണ്. എന്ത് ടെൻഷൻ വന്നാൽ ആ സമയം കഴിഞ്ഞാൽ പിന്നെ അത് മാറും. പിന്നെ അത് അത്ര വലിയ കാര്യമാക്കി എടുക്കില്ല. ഞാൻ പിന്നെ അത് മറന്നുപോയി. പിന്നെ ഇടയ്ക്ക് കുളിക്കുമ്പോഴൊക്കെയാണ് ഞാനത് ഓർക്കുന്നുള്ളൂ. പിന്നീട് എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നിസ്സാരമല്ല എന്ന് മനസ്സിലായി. അപ്പോഴാണ് ഞാൻ പിള്ളേരോട് പറഞ്ഞില്ല, ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനൊരു മുഴ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ആ നോക്ക്, വേണമെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് കുളി കഴിഞ്ഞ് ഞാൻ വന്ന് ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസപ്രമാണം വല്ലതും പുരട്ടിയിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് കൊണ്ടിട്ട് ഞാൻ ആശുപത്രിയിൽ പോയാൽ ബയോസിക്ക് അയക്കും. പിന്നെ അതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കാൻ എനിക്ക് വയ്യ കേട്ടോ. ഇതിപ്പോൾ തന്നെ മാറ്റിക്കളഞ്ഞേരം. അമ്മയ്ക്ക് എൻ്റെ സ്വഭാവം അറിയാലോ, എനിക്ക് സൂചി കാണുന്നത് എന്നെ പേടിയാണ്. പിന്നെ മരുന്ന് കഴിക്കാനും മടിയുള്ള ആളാണ് ഞാൻ. ഇതിപ്പോൾ തന്നെ മാറ്റി തന്നേരേ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഈ കാര്യം മറന്നുപോയി. 2 ദിവസം കഴിഞ്ഞാണ് പിന്നെ ഞാനിത് ഓർത്തപ്പോൾ ഞാൻ നോക്കിയപ്പം ആ സ്ഥലത്ത് ഒരു മുഴയുമില്ല, അത് മാഞ്ഞുപോയി. പിന്നെയുള്ള സാക്ഷ്യം, ഞാൻ അമ്മ മാതാവിനെയും ഉണ്ണീശ്വനെയും ഒരിക്കൽ സ്വപ്നം കണ്ടു. ഒരിക്കലല്ല, അമ്മ മാതാവിനും ഈശ്വനെയും ഇടയ്ക്ക് ഞാൻ കാണാറുള്ളതാണ് സ്വപ്നത്തിൽ. അപ്പോൾ ഇതുപോലെ സ്വപ്നം കണ്ടു കഴിഞ്ഞ് അന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ മെഴുകുതിരിയിൽ ഉണ്ണീശോയും അമ്മ മാതാവിൻ്റെ രൂപം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് സാക്ഷ്യം എനിക്കുണ്ട്. ഇന്ന് മുഴുവൻ ഇവിടെ ഇരുന്ന് പറഞ്ഞാലും തീരാത്ത സാക്ഷ്യങ്ങളാണ്. അതൊക്കെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യങ്ങളാണ്. എനിക്ക് എല്ലാ ദിവസവും അമ്മ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടാറുണ്ടായിരുന്നു. റോസാപ്പൂവിൻ്റെയും മുല്ലപ്പൂവിൻ്റെയും ചന്ദനത്തിൻ്റെ എല്ലാ ദിവസവും കിട്ടുമായിരുന്നു. ഇപ്പം ഇച്ചിരി കുറവാണ്. ഇപ്പം അതിൻ്റേതായ ഒരു കുറവ് എനിക്കുണ്ട്. കാരണം പ്രാർത്ഥനയൊക്കെ ഇച്ചിരി കുറവുണ്ട്, അതിൻ്റെ ഒരു ഇതുണ്ട്. എന്നാലും എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു സങ്കടം വന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഈശോ അമ്മ മാതാവ് ഇതൊക്കെ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മെഴുകുതിരിയിൽ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് തരാറുണ്ട്. അതെനിക്കൊരു വലിയ ഭാഗ്യമായിട്ട്, എനിക്ക് ഏറ്റവും എല്ലാ അനുഗ്രഹങ്ങളെക്കാളും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത് അത് തന്നെയാണ്. എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അമ്മ മാതാവിനെ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഈശോപ്പ എന്നോട് നേരിട്ട് ഉറക്കത്തിൽ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. ഇപ്പോഴും അത് തന്നെയാണ് എൻ്റെ ഭാഗ്യം. ഇപ്പോഴും ഞാൻ നിയോഗമൊന്നും ഞാൻ എഴുതിയിട്ടില്ല. ഈ തവണ എനിക്കില്ലാഞ്ഞിട്ടല്ല, ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ട്. എൻ്റെ മക്കളുടെ കാര്യങ്ങളിലൊക്കെ കുറേ ടെൻഷനും പക്ഷേ ഞാൻ നിയോഗമൊന്നും എഴുതിയിട്ടില്ല. അമ്മ മാതാവ് എനിക്ക് നടത്തി തരും. കാരണം ഞാൻ നിയോഗത്തിൽ വെച്ച കാര്യങ്ങളെക്കാൾ നിയോഗത്തിൽ വെക്കാത്ത വേണ്ട കാര്യങ്ങൾ, വീട്ടിൽ എന്താണോ അത്യാവശ്യം അതാണ് എനിക്ക് അമ്മ കൂടുതൽ നടത്തി തരുന്നത്. അതിന് അമ്മ മാതാവിന് ഈശോപ്പയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് പത്രങ്ങൾ ഞാൻ എല്ലാവർക്കും അടുത്തുള്ള ഹിന്ദുക്കളാണേലും മുസ്ലിംസ് ആണേലും പിന്നെ എല്ലാവർക്കും കൊടുക്കാറുണ്ട്, പള്ളിയിലും കൊടുക്കാറുണ്ട്. പിന്നെ പാവപ്പെട്ടവരെ എല്ലാ ആഴ്ചയും ഞായറാഴ്ച 2 പൊതി ചോറ് വീതം ഞാൻ കൊടുത്തു വിടാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് മുടങ്ങിയേക്കുവാണ്. വീണ്ടും അത് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ പാവങ്ങൾ സുഖമില്ലാത്തവർക്കൊക്കെ സാമ്പത്തികമായി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് സഹായം ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയമായി ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് കൂടാറുണ്ട്. 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കാറുണ്ട്. ബൈബിൾ വായിക്കും. എല്ലാ ദിവസവും ജപമാല ഒരെണ്ണമെങ്കിലും ചൊല്ലാൻ ശ്രമിക്കാറുണ്ട്.
ഇടയ്ക്കൊക്കെ മുടങ്ങി പോകുന്നുണ്ട്, എങ്കിലും കഴിവതും മുടങ്ങാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത്രയും തന്നെ അമ്മ മാതാവിന് ഈശോപ്പയ്ക്കും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ. അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ. സങ്കീർത്തനം 19:4. ദൈവം നമ്മുടെ ഹൃദയാഭിലാഷം സാധിച്ചു തരുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ഉദ്യമങ്ങൾ പലതും നമ്മൾ നിയോഗങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് സഫലമാക്കി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവേഷ്ടമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നൽകുന്നത്. ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുന്ന ഓരോ പദ്ധതികളും ഫലം കാണും എന്നാണ് ആശ കുഞ്ഞുമോൻ എന്ന മകളുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മുടെ വിജയം നമ്മുടെ മനുഷ്യ ശക്തിയിലല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലാണ്. ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ഓരോ പ്രാവശ്യവും ഉടമ്പടി എടുത്ത് ഉടമ്പടി പുതുക്കി ഉടമ്പടി നിബന്ധനകളനുസരിച്ച് ജീവിക്കുമ്പോൾ, അതായത് പരിശുദ്ധ അമ്മ പറയുന്നത് അവൻ പറയുന്ന അനുസരിച്ച് ജീവിക്കുവാനാണ്. ആ അമ്മ കാണിച്ചു തന്നാണ്. അവൻ പറഞ്ഞതുപോലെയാണ് ജീവിച്ച് കാണിച്ചത്. കാനായിലെ കല്യാണത്തിൽ അവിടെ വീഞ്ഞ് തികയാതായപ്പോൾ അമ്മ ഒന്നും ചെയ്യാതെ അമ്മ ചെന്ന് മകനോടാണ് പറഞ്ഞത്, അമ്മയ്ക്ക് വേണമെങ്കിൽ പോയി മേടിക്കാമായിരുന്നു, ആരോടെങ്കിലും പറയാമായിരുന്നു കൊണ്ടുവരാൻ. എന്നിട്ടും അമ്മ ചെന്ന് ഈശോയോടാണ് പറഞ്ഞത്. കാരണം അമ്മയ്ക്കറിയാം ഈശോയുടെ ശക്തിയും ഈശോ എന്ത് ചെയ്യുമെന്ന് അമ്മയ്ക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്നും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചെയ്തു തരുന്നത്. ഈ മകളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ സ്ഥലവും വീടും എല്ലാം അമ്മയാണ് ചെയ്തു കൊടുത്തത്. പിന്നീട് ഈ മകൾ പറഞ്ഞ കിണറ്റിലെ വെള്ളത്തിൻ്റെ കാര്യമാണ്. വെള്ളം പാറയിൽ നിന്ന് കാണുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ വന്ന് ഈ മകളുടെ വിശ്വാസം, അമ്മയുടെ സാന്നിധ്യം അറിയിക്കാനായിട്ടാണ് ഓരോ പ്രാവശ്യവും ഓരോ രീതിയിൽ അമ്മ വന്ന് കൂടെയുണ്ട് എന്ന് അമ്മ ഈ മകളെ അറിയിച്ചത്. മെഴുതിരി കത്തിച്ചപ്പോൾ മെഴുതിരിൽ നിന്നുള്ള ആ പ്രകാശവും ആ ശബ്ദവും ഒക്കെ ഈ മകളെ പരിശുദ്ധ അമ്മ കൈവിട്ടിട്ടില്ല, അമ്മ കൂടെയുണ്ട് എന്ന് ഈ മകളെ അറിയിക്കുന്ന പല പ്രാവശ്യവും ഈ മകളുടെ ജീവിതത്തിൽ അത് അനുഭവം വന്നിട്ടുണ്ട്. നമ്മളും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങളും അമ്മയോടും പറയുമ്പോഴും നമ്മളുടെ കൂടെയും അമ്മയുണ്ട്, അമ്മയുടെ സാന്നിധ്യം നമ്മൾ മനസ്സിലാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പിന്നീടുണ്ട് രോഗസൗഖ്യമാണ്. വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ കിണറ്റിലും ഈ മകൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. പിന്നീട് രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടും ഉടമ്പടി വസ്തുക്കളാണ് ഈ മകൾ പ്രാർത്ഥനാപൂർവ്വം വിശ്വാസ പ്രമാണം ചൊല്ലി ഈ മകൾ ഉപയോഗിച്ചത്. അവിടെയും ഈ മകൾക്ക് രോഗസൗഖ്യം നൽകി ഈശോയും അമ്മയും കനിഞ്ഞ് അനുഗ്രഹിച്ചു. നമുക്ക് ഓരോ പ്രാവശ്യം മെറിറ്റില്ലാതെ വരുമ്പോഴാണ് നമ്മൾ ഈശോയുടെ അമ്മയിൽ ആശ്രയിക്കുന്നത്. കിണർ കുത്തി വെള്ളം കാണാതായപ്പോൾ ഇനി നമുക്ക് വേറെ മാർഗമില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഉടമ്പടി വസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചത്. ഈശോയും അമ്മയും നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ അവരുടെ സാന്നിധ്യം മനസ്സിലാക്കി നമ്മുടെ വിശ്വാസം പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. നമ്മുടെ ആഗ്രഹങ്ങളും പദ്ധതികളും ദൈവത്തിന് സമർപ്പിക്കാം. ദൈവം നമ്മെ ശരിയായ രീതിയിൽ ശരിയായ വഴിയിൽ നയിക്കുവാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. ആശ കുഞ്ഞുമോന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ മകൾക്കും കുടുംബത്തിനും പ്രത്യേകിച്ച് ലഭിച്ച ഈ വെള്ളം, പിന്നെ രോഗസൗഖ്യം, ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.